നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളെപ്പറ്റി അവർക്ക് പറയുമ്പോൾ ഏറ്റവും അധികം അവർ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, കൂടുതൽ നീട്ടുന്നില്ല, വളരെ ഷോർട്ടാക്കാൻ ശ്രമിക്കാം ഞാൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? ഒന്നാന്നല്ല, കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഫൂൾ കാർഡ്, സ്റ്റാർ, 5 Pentacles, Emperor, and 2 of Wands and the Knight of Cups. ഓക്കെ, ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നേച്ചർ, ഓക്കെ, നിങ്ങളുടെ സ്വഭാവം, അതായത് ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വളരെ ഒരു ലൈറ്റായിട്ട്, അതായത് മേ ബി നിങ്ങൾ അങ്ങനെ ഒരുപാട് സ്ട്രെസ്സൊന്നും എടുക്കാറുണ്ടാവില്ല. ഓക്കെ, മീൻസ് അറ്റ്ലീസ്റ്റ് അവരോട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് അങ്ങനെയായിരിക്കാം. എന്നിട്ട് നിങ്ങൾ ലൈഫിനെ വളരെ ലാഘവത്തോടെ കാണുന്നു എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ടാവാം. ലാഘവത്തോടെ എന്ന് പറയുമ്പോൾ സീരിയസ് അല്ല എന്നല്ല. ഓക്കെ, മേ ബി നിങ്ങൾ പലതും റിസ്ക് എടുത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ ഇതും ശ്രമിക്കാം അതും ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കാനൊക്കെ തയ്യാറാവുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ എവിടെയെങ്കിലും യാത്രകൾ പോകാനൊക്കെ ആയാലും ശരി, നിങ്ങൾക്ക് തനിച്ചൊക്കെ പോകാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരു പേടിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, മേ ബി ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും കേട്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ അങ്ങനെ ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ വളരെ ഒരു ഫ്രീ മൈൻഡുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കാം. എല്ലാവരെയും എല്ലാവരുടെയും കുറ്റങ്ങളോ കുറവുകളോ അങ്ങനെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെയധികം ജോളി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന, അല്ലേ, ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടൊക്കെ നടക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടി കരയുന്നതും കാര്യങ്ങളും ഒക്കെ വേറെ. ഓക്കെ, പക്ഷേ മേ ബി നിങ്ങൾ ലൈഫിനെ ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചില സമയത്ത് നിങ്ങളുടെ നല്ല സമയങ്ങളിൽ ഓക്കെ മേ ബി നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, എനിവേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങൾ റിസ്ക് എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ബോൾഡാണ് എന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നുണ്ടാവാം. സോ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാർ കാർഡ് ഉണ്ട്. സോ മേ ബി നിങ്ങളെ അവർ കാണുന്നത് ഒരു സ്റ്റാർ എന്ന നിലയ്ക്കാണ്. അതായത് അവരെ ലൈഫിൽ ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്ന വ്യക്തിയാണ് നിങ്ങൾ. അവർക്കൊരു ഹോപ്പ് കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. മേ ബി അവർ വല്ലപ്പോഴും ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴും ഓക്കെ നിങ്ങൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ വിഷമങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ, മേ ബി ചിലപ്പോൾ നിങ്ങൾ ഈ ശരിക്കും ഫുൾ കാർഡ് നമ്മൾ ലിറ്ററൽ സെൻസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ അവരെ മുമ്പിൽ എപ്പോഴും ചിരിച്ച് ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അവർക്ക് ഉള്ളിൽ നിങ്ങൾ ചിലപ്പോൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറമേ ചിലപ്പോൾ അത്ര കാണിച്ചു എന്ന് വരില്ല. ഓക്കെ, സോ മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കാണുന്നത് അവർ പ്രതീക്ഷ പോലെ കാണുന്നുണ്ട്. എവിടെയോ അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ എന്ന രീതിയിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്തായാലും. ഓക്കെ, ഒരു സ്റ്റാർ എന്ന് പറയാം. ഓക്കെ, മേ ബി നിങ്ങൾ ചിലപ്പോൾ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ. എന്തെങ്കിലും അങ്ങനെ കുറേ പേര് നിങ്ങളെ കാണുന്ന തരത്തിൽ, മേ ബി യൂട്യൂബിൽ തന്നെ ആയിരിക്കാം. ഇപ്പോൾ എല്ലാവരും അതാണല്ലോ യൂട്യൂബ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിലായാലും അല്ലെങ്കിൽ എവിടെയായാലും, വീട്ടിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിലായാലും മേ ബി നിങ്ങൾ കുറച്ചുകൂടി ഷൈൻ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവാം. സോ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ബട്ട് അവർക്കത് ഇഷ്ടമാണ് എന്നാണ്. ആൻഡ് ഇവിടെ 5 Pentacles ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മേ ബി അവർക്ക് എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഓക്കെ ആ സമയത്തും മേ ബി നിങ്ങളായിരിക്കും അവരെ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അവരെ ഒരു മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൂടെ ഹാപ്പി ആയിട്ട് അവരെ ഒന്ന് വീണ്ടും ചിരിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആൻഡ് ബട്ട് ഇവിടെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെന്ന് അവർക്കറിയാം. ഓക്കെ, നിങ്ങൾ എംപറർ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈഗോ ഉണ്ട് എന്നല്ല തോന്നുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നവർ കരുതുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല കേട്ടോ. അവനവൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളിതൊന്നും തിരിച്ചറിഞ്ഞൊന്നും വരില്ല, ബട്ട് അവർ കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് അങ്ങനെയാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, സോ ബട്ട് അവർ കരുതുന്നത് നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ മേ ബി എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ മുൻപിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തി കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ കെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. മേ ബി നിങ്ങൾ പേഴ്സണിനെ കെയർ ചെയ്യുന്നുണ്ടാവും, ഒരു അച്ഛനെ പോലെ. അച്ഛൻ എന്ന് പറയുമ്പോൾ ജെൻസ് ആവണം നിർബന്ധമില്ല, അച്ഛൻ അല്ലെങ്കിൽ അമ്മയെ പോലെ, പാരൻറ്റിനെ പോലെ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയും ഒക്കെ എല്ലാവരെയും നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടാവും ഒപ്പം. സോ അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമാണ് എന്നാണ്. ആൻഡ് ഇവിടെ 2 of Wands ഉണ്ട്. സോ മേ ബി
നിങ്ങൾക്ക് നല്ല പ്ലാനിങ് കഴിവൊക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ നിങ്ങൾ അത് ഇവിടെയും ഞാനതാ പറഞ്ഞത്, എവിടേക്കോ നിങ്ങളുടെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല ഐ തിങ്ക് ഇതൊന്നും. പക്ഷെ അവർ കരുതുന്നത് നിങ്ങൾക്ക് നല്ലോണം പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളതിനെ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ മുന്നോട്ട് പോകും. ഈവൻ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നോട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് അതിലൊക്കെ നിങ്ങൾ ഷൈൻ ചെയ്യുമെന്നായിരിക്കും മേ ബി. ഓക്കെ, അവരുടെ ഉള്ളിൽ ആക്ച്വലി നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളോട് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർ. ആൻഡ് ഇവിടെ 6 of Cups ഉണ്ട്, നിങ്ങളെ മിസ്സിങ് എനർജിയും എനിക്ക് വന്നിട്ടുണ്ട്. സോ മേ ബി നല്ലൊരു ഫ്രണ്ടായിട്ട് അവർ നിങ്ങളെ കരുതുന്നുണ്ടാവും. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട നിങ്ങൾ. അതായത് അവർ ഒരു വളരെ നമ്മൾ പറയില്ലേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, എന്തും പറയാം നിങ്ങളോട് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഐ തിങ്ക് എല്ലാം നിങ്ങളോടായിരിക്കും ചിലപ്പോൾ ഷെയർ ചെയ്യുന്നതൊക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഓക്കെ, അവർക്ക് നിങ്ങളോട് വരുന്ന ഫീലിങ്സിനെ കുറിച്ച് കൂടി ഒന്ന് എടുക്കാം. എന്നിട്ട് പറയാം. കിങ് ഓഫ് പെന്റിക്കിൾസ്, നൈൻ ഓഫ് വാൻഡ്സ്, ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. അവർക്ക് ആക്ച്വലി നിങ്ങളോട് ഒരു നല്ല റിലേഷൻഷിപ്പ്, സ്റ്റേബിളായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ഷൻ എടുക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്, അവർ ആക്ഷൻ എടുക്കും എന്നും എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരല്പം സ്ലോ ആണ് പേഴ്സൺ. കിങ് ഓഫ് പെനിക്കിൾസും ഉണ്ട്, നൈറ്റ് ഓഫ് പെനിക്കിൾസും ഉണ്ട്. അവർക്ക് ആക്ച്വലി നിങ്ങൾക്കൊരു ഓഫർ തരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടൊരു എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫാമിലി പോലെ. കാരണം എല്ലാം നിങ്ങൾ ഐ തിങ്ക് അവരുടെ ഒരു നമ്മൾ പറയില്ലേ കൺസെപ്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നങ്ങൾ വെച്ചിട്ട് ശരിക്കും നിങ്ങൾ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ടാണ് അവർ കാണുന്നതൊക്കെ. ഓക്കെ, സോ എവിടെയോ നിങ്ങളെ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടൊരു ബന്ധം എന്ന രീതിക്ക് അവർ കരുതുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു അല്പം ബ്ലോക്ക് ഉണ്ട്. അത് മേ ബി സാഹചര്യങ്ങളുടെ ആയിരിക്കാം. ഓക്കെ, പക്ഷെ എവിടെയോ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെനിക്കിൾസ് ആണ്. പക്ഷെ മേ ബി ഇതായിരിക്കാം ബൗണ്ടറി വെക്കുന്നത്. അതായത് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് വേണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് ലൈഫിൽ പോകണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടി വരാൻ ആഗ്രഹിക്കും. പക്ഷെ അവനവനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്, അവനവനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് എന്ന് വിചാരിച്ച് അവരിങ്ങനെ സ്വയം മേ ബി അവർ നിങ്ങൾ പോരാ എന്ന് അവർക്ക് സ്വയം തോന്നുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളെ ഒരു ഹോൾഡ് ബാക്ക് ചെയ്യുന്നതാണ് ഇവിടെ, ഒരു ഹോൾഡ് ബാക്കാണ്, അതാണ് മെയിനായിട്ട് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് പെനിക്കിൾസ് ഒരല്പം സ്ലോ എനർജിയാണ്. സോ അതാ ഞാൻ പറഞ്ഞത്, ഇവർ റഷ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പെട്ടെന്ന് വേഗം വരണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്ന് കരുതുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവനവനെ പുറകോട്ട് പിടിച്ചു നിർത്തുകയാണ്, ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ് ഇവിടെ. അതാണ് സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ എല്ലാം നല്ല നല്ല കാർഡ്സാണ്. പക്ഷേ ഒരു ഹോൾഡ് ബാക്ക് എനർജി ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ, അത്രയേ ഉള്ളൂ. മേ ബി നിങ്ങൾ അവരെക്കാളൊക്കെ ഒരു ഉയർന്ന സ്റ്റേജിലാണ് എന്നവർക്ക് തോന്നുന്നുണ്ടാവാം. ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്ന കാര്യങ്ങളായിരിക്കാം. എനിവേ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. സക്സസ്, ദ വുമൻസ് വിഷ്, ദേ ടോൾഡ് യു, ഓണർ. കെ വന്നിട്ടുണ്ട്, എനിക്കാണത്, എനിക്കുള്ള മെസ്സേജ്. ഓക്കെ, ന്യൂസ്. ഓക്കെ, വെരി നൈസ്. ആൻഡ് വൺ മോർ, ലാസ്റ്റ് വൺ, ഫ്രണ്ട്. സി ബ്യൂട്ടിഫുൾ. ഇതാണ് കൺഫർമേഷൻസ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങളോട്, നമുക്ക് കാർഡ്സ് വരുമ്പോൾ എവിടെ പോയി, സോറി, എവിടെയോ ഉണ്ടായിരുന്നു, അത് മിസ്സായി, ഐ ഡോണ്ട് നോ, പോട്ടെ, സാറില്ല. ഓക്കെ, എനിവേ ഇവിടെ ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡ്, എവിടെയോ ഉണ്ടായിരുന്നു, എവിടെയോ കണ്ടിരുന്നു. 6 of Cups മിസ്സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, സോറി. എനിവേ ഇവിടെ സക്സസ് ഉണ്ട്. സോ നിങ്ങളുമായിട്ട് അവർ സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. മേ ബി ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് അവർ സ്റ്റേബിൾ അല്ല ലൈഫിൽ. ഓക്കെ, അവർ നിങ്ങൾക്കൊരു ഓഫർ തരാൻ ഇപ്പോൾ റെഡിയല്ല എന്നൊരു അവസ്ഥയാണ്. അത് മേ ബി അവർക്ക് ഫൈനാൻഷ്യലി അവർ സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ അവർ കമ്മിറ്റഡ് ആണ് ഓൾറെഡി വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നത് അവർ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹയർ ലെവലിലേക്കാണ് അവർ കാണുന്നത്. സോ ഞാൻ പോരാ എന്നവർക്ക് സ്വയം തോന്നുന്നുണ്ടാവാം എവിടേക്കോ. ഓക്കെ, എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ സക്സസ് ആഗ്രഹിക്കുകയാണ് അവർ, നിങ്ങളുമായിട്ടൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് വുമൻസ് വിഷ് എന്ന് മാത്രമല്ല, ഇത് മാൻസ് വിഷ് എന്ന്. ഞാൻ അതാ പറഞ്ഞാൽ, അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, അവരൊരു ഡ്രീം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അവർ വിഷ് എന്ന രീതിക്കാണ് നിങ്ങളെ കാണുന്നത്. സോ അതെല്ലാം ഇവിടെ ഉണ്ട്.
ഓക്കെ, ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് കാണുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഒരു വളരെ നല്ല ഒരു ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളെ എന്ന രീതിക്കാണ് അവർ കാണുന്നത്. എൻ്റെ നിങ്ങളുമായിട്ട് വളരെയധികം നല്ല സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ന്യൂസ് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്കൊരു മെസ്സേജ് വരാം പേഴ്സൻ്റെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു വിവരം കിട്ടും അവരെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നതായിരിക്കാം. ഓക്കെ, സിറ്റുവേഷനെ കുറിച്ച് സോറി, ഇവിടെ ഒരു കോഫിയൊക്കെ ഇരിക്കുന്നുണ്ട്. സോ മേ ബി ഒരു ഡേറ്റിങ്ങിനുള്ള ചാൻസസ്, അതായത് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുക, നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ആ രീതിക്ക്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും വരിക, ആ രീതിക്കൊരു അവസരമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഓണർ എന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളെ കാണുന്നത് അവരൊരു കിങ് അല്ലെങ്കിൽ ഒരു ക്വീൻ എന്ന ലെവലിലാണ്. ഓക്കെ, അതായത് നിങ്ങൾ വളരെയധികം ഒരു ഹയർ ലെവലിലാണ് എന്നവർക്ക് ചിന്തിക്കുന്നത്, അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സോ മേ ബി അവർക്ക് തോന്നുന്നത് അവർ പോരാ. ഓക്കെ, അവർ നിങ്ങൾക്ക് നിങ്ങളെവിടെയോ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് അവർ കരുതുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, മേ ബി അവർക്ക് നിങ്ങൾക്ക് വേണ്ട പോലെ തരാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി, അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ മേ ബി അവർക്ക് തിരിച്ച് നിങ്ങൾക്ക് സ്നേഹമോ കെയറോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും തരാൻ ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. അതിൻ്റെ ആയിരിക്കാം. ഓക്കെ, സോ ഇവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. സോ എനിവേ, ഇവിടെ കെ എന്നുള്ള ലെറ്റർ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കവിത എന്നല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കെ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവാം. ഓക്കെ, എന്തായാലും അത് അങ്ങനെ ഒരു ലെറ്റർ വന്ന സ്ഥിതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ബട്ട് യെസ്, പേഴ്സൺ നിങ്ങൾക്കിവിടെ നിങ്ങളെ വളരെ ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നിങ്ങളെ പേഴ്സൺ കാണുന്നത്. അതിലൊന്നും ഇല്ല. ബട്ട് മേ ബി സാഹചര്യം സിറ്റുവേഷൻ വെച്ചിട്ട് ഒരല്പം അകൽച്ചയോ കാര്യങ്ങളോ ഇതൊക്കെ ഉണ്ടാവാം. ഓക്കെ, അവനവനെ അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്ന നിലയ്ക്കാണ് എനിക്ക് കണ്ടത്. എനിവേ, എല്ലാം ശരിയായിട്ടൊക്കെ വരട്ടെ. പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് സക്സസ്, നിങ്ങളുമായിട്ട് വീണ്ടും റിന്യൂവൽ ആഗ്രഹിക്കുന്നുണ്ട്. സോ നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.